വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ഓ വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. ഓ ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനും അനുസരിച്ച് ചിന്തിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളെ എന്താണ് സ്വാധീനിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകാശത്തിൻ്റെ അധികാരത്തിൽ ആയിരിക്കുന്ന, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ അധികാരികൾ ചില അന്തരീക്ഷത്തെ നമ്മുടെ മേൽ കൊണ്ടുവരുന്നു. അവരായിരിക്കുന്ന തലം അനുസരിച്ചാണ് ആ അന്തരീക്ഷം സ്വാധീനിക്കപ്പെടുന്നത്. നമ്മളായിരിക്കുന്നത് ഏത് അന്തരീക്ഷമാണോ അതിനനുസരിച്ച് നമ്മളുടെ ചിന്തകൾ, വികാരങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ എല്ലാം മാറുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് ജഡസ്വഭാവത്തിലായിരിക്കുന്നവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവത്തിലായിരിക്കുന്ന ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു എന്ന് പറയും. നമ്മളെ നിയന്ത്രിക്കുന്ന രണ്ട് ശക്തികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആത്മാവിനോടൊപ്പം, ദൈവാത്മാവിനോടൊപ്പം ആയിരിക്കുന്ന വ്യക്തികൾ കർത്താവിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തിനുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങളെ ഏതെങ്കിലും ഇരുട്ടിൻ്റെ ബലം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ ചലിക്കട്ടെ. അതിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും പുറത്തു വരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. കർത്താവിൻ്റെ അന്തരീക്ഷം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും, നിങ്ങൾക്ക് താഴാൻ പറ്റും, നിങ്ങൾക്ക് ദേഷ്യം തോന്നത്തില്ല, നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകാൻ തുടങ്ങും. അല്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നും, നിങ്ങൾക്ക് വായിക്കാൻ തോന്നും, ഒരു പാട്ട് എഴുതാൻ തോന്നും, പാട്ട് പാടാൻ തുടങ്ങും, കർത്താവിൽ നിന്ന് കേൾക്കാൻ തോന്നും. ഇത് പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദഹീർദ്ര ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ജഡത്തിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആകാശത്തിന്റെ ശക്തികൾ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ മനോവികാരങ്ങൾ ഉണ്ടാകും. എൻ്റെ ശരീരത്തിന് വികാരം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നൊരു സമയം, ഞാനെന്ന് വിശ്വാസത്തിൽ വളരുന്നൊരു സമയം, കർത്താവിന്റെ വേലയുടെ ഭാഗമാകാൻ തുടങ്ങുന്ന സമയം, ഞാൻ ഒരിക്കലെ എൻ്റെ കൂട്ടുകാരിൽ ഒരാളോട് സംസാരിക്കുകയാണ്. ആ കൂട്ടുകാരിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ അവൻ എന്നോട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുക. എൻ്റെ ഹൃദയത്തിൽ പറയുക,
എന്നെ കേൾക്കണേ, ഞാൻ ആ കാര്യം കേൾക്കാൻ ചെന്നിരുന്നതല്ല. അവൻ വർത്തമാനം പറഞ്ഞപ്പോൾ കൂട്ടുകാരായതുകൊണ്ട് വർത്തമാനം പറഞ്ഞതാ. പക്ഷെ ആ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ ചെയ്യുന്നൊരു തെറ്റിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു. ഞാൻ അധികം നേരം അവൻ്റെ അടുത്ത് ചെലവഴിച്ചൊന്നുമില്ല. പക്ഷേ പിന്നീട് എൻ്റെ മുറിയിൽ വന്നു. ഞാൻ എൻ്റെ മുറിയിലിരുന്ന സമയത്ത് പെട്ടെന്ന് ഈ ചിന്ത എൻ്റെ അകത്തേക്ക് വരികയാണ്. എന്നെ കേൾക്കണേ, ആ ചിന്ത വന്നു. ഒരു സെക്കൻഡ് അതെന്നെ പൊസസ് ചെയ്തു. ഞാൻ ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നു, അവൻ എന്ത് തെറ്റിലാണോ തുടരുന്നത് അതേപോലെ എനിക്ക് ഒരു തെറ്റ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു ഡ്രീം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി, സ്വപ്നം ഞാൻ പണിയാൻ തുടങ്ങി. എനിക്കങ്ങനൊരു സാഹചര്യമില്ല, എനിക്കങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ സാഹചര്യം ഉണ്ടായതുപോലെ എനിക്ക് അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമെന്നും ആ സാഹചര്യത്തിലൂടെ അവൻ ചെയ്ത തെറ്റിനെ ഞാൻ ചെയ്യുന്നതുമായ ഒരു സ്വപ്നം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. ഞാൻ 2 മിനിറ്റ് ഇരുന്നതോടുകൂടെ ഞാൻ എവിടെയോ അസ്വസ്ഥതപ്പെടുന്ന എനിക്ക് മനസ്സിലായപ്പോഴാണ് എനിക്ക് പിടികിട്ടിയേ, എൻ്റെ കൂട്ടുകാരൻ ചെയ്ത ആ തെറ്റിൻ്റെ ചിത്രങ്ങൾ എൻ്റെ അകത്തേക്ക് വന്നിട്ട് ഞാൻ ആ തെറ്റിലേക്ക് പോയി, ഞാൻ ആ തെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് ആഗ്രഹിച്ച് ഒരു സ്വപ്നം ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. Are you listening? പെട്ടെന്ന് ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെങ്ങനെയാ എൻ്റെ ഉള്ളിൽ വന്നേ, ഇതെങ്ങനെയാ എൻ്റെ ഉള്ളിൽ വന്നേ? കർത്താവിനോട് പറഞ്ഞു, നോക്കാം, അവൻ ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ച അതേ അന്തരീക്ഷം നിന്നെ തൊട്ടതാണ് നിന്റെ ഉള്ളിൽ ആ വികാരങ്ങൾ സ്വാധീനിക്കാൻ തുടങ്ങിയത്. ഓ, ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയൊടി കൊടുക്കാവോ? ഒരു ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാവോ? സന്തോഷത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ധൈര്യപൂർവ്വം ഞാൻ ഈ പറയുന്ന വാക്ക് വിശ്വസിച്ചോ. കാരണം യേശു കാൽവറിയിൽ മരിച്ചത് ആ വികാരത്തിന്റെ സ്വപ്നങ്ങളിൽ നിന്ന്, നിങ്ങളെ അടിമപ്പെടുത്തുന്ന ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് പരിപൂർണമായി വിടുവിക്കാനാണ് യേശു വന്നത്, യേശു മരിച്ചത്, യേശു ഉയർത്തത്. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനും ചിന്തിക്കുന്നു. ഞാനൊന്നും കൂടെ വാചകം വായിക്കട്ടെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും. ഇവിടെ പൗലോസ് നേരത്തെ പറഞ്ഞത്, എഫേസ്യ ലേഖനങ്ങളിൽ പറഞ്ഞത്, ജഡത്തിന്റെ ഇഷ്ടത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് ഞാൻ നടന്നു എന്ന. അതിന്റെ കാരണം ആകാശത്തിന്റെ ശക്തികൾ നമ്മളിൽ വ്യാപരിച്ച് നമ്മളിൽ കൊണ്ടുവന്ന ആത്മാവിന് ഞാൻ കീഴ്പ്പെട്ടു എന്നാണ്. അപ്പൊ എന്നെ മനോവികാരത്തിലേക്ക് നടത്തുന്ന ഒരു ആത്മശക്തിയുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ജഡത്തിന്റെ ചിന്തയിലേക്ക് നടത്തുന്ന ഒരു ആത്മശക്തിയുണ്ട്. ഒരു നല്ല ആമേൻ പറ, ഒരു നല്ല ആമേൻ പറ. എന്നോട് കൂടെ പറയാവോ? ജഡത്തിന്റെ ചിന്തയിലേക്ക് എന്നെ നടത്തുന്ന ഒരു ആത്മാവിന്റെ ശക്തിയുണ്ട്. ജഡത്തിലേക്ക് നടത്തുന്നത് ഒരു ആത്മാവിന്റെ ശക്തിയാണ്. അത് ദൈവാത്മാവിന്റെ അല്ല, ഇരുട്ടിന്റെ ദുരാത്മാവിന്റെ ശക്തിയാണ്. എന്നാൽ വേദപുസ്തകം പറയുക, ദൈവാത്മാവുള്ളവൻ, ആത്മസ്വഭാവമുള്ളവൻ. അയ്യോ, ഇതൊരു വലിയ കാര്യമാണ്. അപ്പൊ ജഡത്തിന്റെ മുകളിൽ ദുരാത്മാവിന്റെ സ്വാധീനം ഉണ്ടാകുമ്പോൾ ജഡസ്വഭാവം അവനിൽ ഉണ്ടാകാൻ തുടങ്ങും. ഓ, ഭയങ്കരമായിട്ടോ. ഒന്ന് പറഞ്ഞേ, ജഡസ്വഭാവം ഉണ്ടാകാൻ തുടങ്ങും. ആത്മാവ് ഒരു മനുഷ്യന് മേൽ വരുമ്പോഴോ ആത്മസ്വഭാവം ഉണ്ടാകാൻ തുടങ്ങും. ഒന്നും കൂടെ കരമുയർത്തി എന്നെ കൊടുന്ന് പറഞ്ഞ്, ജഡത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ എൻ്റെ മുകളിൽ ഇരുട്ടിന്റെ സ്വാധീനം വരാൻ തുടങ്ങുമ്പോൾ എന്നിലൊരു സ്വഭാവം ക്രിയേറ്റഡ് ആകും. അപ്പൊ നിങ്ങളിൽ ക്രിയേറ്റഡ് ആകുന്ന ജഡത്തിൽ നിന്നുള്ള സ്വഭാവങ്ങളെല്ലാം അതിന്റെ പുറകിൽ നിൽക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകി തീർന്നിരിക്കുന്നു. ഞാൻ ആരാണ്? ദിവ്യമായ സ്വഭാവത്തിന്. എപ്പോഴാ? യേശു ക്രിസ്തുവുമായി ഞാൻ ഒന്നായി ചേരുമ്പോ ഞാൻ എൻ്റെ സ്വഭാവം ക്രൂശിക്കപ്പെടുകയും ഇനി ഞാനല്ല, ക്രിസ്തു എത്ര എന്നിൽ ജീവിക്കുന്നത്, ഇനി ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തു എത്ര എന്നിൽ ജീവിക്കുന്നത്, അതോടുകൂടെ അവന്റെ സ്വഭാവത്തിന് ഞാൻ പങ്കാളിയായി തീരുകയും ചെയ്യുകയാണ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ആത്മാവ് എന്നിൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ, ക്രിസ്തു എന്നിൽ നിറയുമ്പോൾ, ക്രിസ്തുവിന്റെ ഭാവം എന്നിൽ നിറയുമ്പോൾ, അല്ലെ ക്രിസ്തു എന്നിൽ നിറയുമ്പോൾ അതേ ഭാവം എന്നിൽ നിറയാൻ തുടങ്ങും, അതേ സ്വഭാവം എന്നിൽ നിറയാൻ തുടങ്ങും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ നടക്കുന്ന അന്തരീക്ഷം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. എൻ്റെ കൂടെ ഒന്ന് പറയാവോ? ഞാൻ നടക്കുന്ന അന്തരീക്ഷം വളരെ പ്രാധാന്യമുള്ളതാണ്.
ഒന്നുകൂടെ പറ, ഞാൻ നടക്കുന്ന അന്തരീക്ഷം വളരെ പ്രാധാന്യമുള്ളതാണ്. ആ അന്തരീക്ഷമാണ് ഞാൻ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് എന്നോട് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ആ അന്തരീക്ഷമാണ് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് എന്നോട് പറയുന്നത്. എന്നോട് കൊടുത്ത് പറഞ്ഞ്, ഞാൻ സഞ്ചരിക്കുന്ന, ഞാൻ ആയിരിക്കുന്ന അന്തരീക്ഷമാണ് ഞാൻ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് എന്നോട് നിർദ്ദേശിക്കുന്നത്. ഓ, ലവ് യു ജീസസ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ മോശമായ വിധത്തിൽ വരുമ്പോ ആദ്യം ചെയ്യേണ്ടത് ചിന്തയെ ശാസിക്കുകയല്ല, ആ അന്തരീക്ഷത്തെ ബിൽഡ് ചെയ്യുകയാണ്. ഞാൻ ഇന്നാണോ ജിജിനെ, ഇന്നാണോ നമ്മൾ സംസാരിച്ച് ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിലേക്ക് നിങ്ങൾ നോക്കിയാലേ, ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലേ, ലോകം മുഴുവൻ പാട്ടുകളുടെയും ഡാൻസുകളുടെയും ഒരു കാലഘട്ടം എഴുന്നേറ്റ് വരുവോ? ഈ ലോകക്കാര് എന്ന് പറഞ്ഞ, ലോകം എന്ന് പറയുന്ന ലൗകിക മനുഷ്യരും ആനന്ദിക്കുന്ന ഒരു സ്ഥലം ഇപ്പോ പാട്ട് കേട്ടാണ്, പഴയതിനേക്കാളും. ജസ്റ്റ് നോക്കിയേ, ഒന്ന് ക്ലബുകളിലെ പാട്ടാണ്. ഇനി ക്ലബുകളിൽ നിന്ന് വിട്ട് പുറത്തോട്ടിറങ്ങിയ അവിടെ പാട്ടാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞ ലോകത്തിലൊരു ആരാധന എഴുന്നേറ്റ് വരുക. ആ ആരാധനയിലെല്ലാം ഈവിളായ വേർഡ്സുകളുണ്ട്. വളരെ 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 പ്രാധാന്യമുള്ള കാര്യം. നിങ്ങൾ ചില പാട്ടുകൾ നോക്കിക്കേ, ആ പാട്ടുകൾക്കകത്ത് വികാരപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. സെക്സ് ആണ് പറയുന്നത് മുഴുവൻ. സെക്സിന്റെ മാക്സിമം വേർഡുകളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പാട്ടുകൾക്ക് മനോഹാരിത തോന്നുകയാണ്. എന്റെ കൂടെ ഉണ്ടോ? അതിനോടൊപ്പം ആളുകൾ നൃത്തം ചെയ്യുകയാണ്, ക്രൂരത പറയുകയാണ്, കൊല പറയുകയാണ്. അതിനെ വ്യത്യസ്തമായ മ്യൂസിക്കുകൾ വന്നപ്പോ ആ വാക്കുകൾ ശ്രദ്ധിക്കാതെ ആളുകൾ പാടുകയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ ആ സ്വാധീനം അവരെ സ്വാധീനിക്കുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ കർത്താവിനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ സീസണിൽ ഞാൻ 10,000-4,000 പാട്ട് എഴുതി, അതെങ്ങനെയാ കർത്താവെ സാധിക്കുന്നേ? ഓരോ മിനിറ്റും പുതിയ പാട്ടുകൾ വരുന്നു. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടി ഞാൻ വെച്ചേക്കുന്നതല്ല, ഈ സീസണിൽ എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ ഒരു പുതിയ ഒഴുക്കിനെ കൊണ്ടുവരികയാണ്. ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായേ, എനിക്ക് മാത്രമായിട്ടല്ല, ഈ സീസണിന്റെ ഭാഗമായത് എന്ന് പറഞ്ഞാൽ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്ന് പറഞ്ഞാൽ, ജോണെ, ആ ലോകത്തിനെ ജയിക്കുന്നതിനേക്കാൾ വലിയ ഒരു ആത്മാവിന്റെ മൂവ്മെന്റ് ഉണ്ടാകും, അതിന്റെ ഒരു ഭാഗമാണ് നീ ആയിരിക്കുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന ഓഡിയൻസിനോട് പറയട്ടെ, 6 മാസം അല്ലെങ്കിൽ 10 മാസം അതിനകത്ത് ആരാധനയുടെ ഒരു വേറൊരു മുഖം രാജ്യത്ത് എഴുന്നേക്കാൻ പോവുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഇതൊരു ഗൗരവമുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞ ഞാൻ പലപ്പോഴും 3 വിധത്തിലാണ് എൻ്റെ മുമ്പിൽ വരുന്ന വികാരങ്ങളെ ഞാൻ മറികടക്കുന്നത്. ഒന്ന്, എൻ്റെ മുമ്പിൽ തെറ്റായ ചിന്തകൾ വരുന്നുവെങ്കിൽ, വേദനിക്കുന്ന സാഹചര്യങ്ങൾ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുന്നുവെങ്കിൽ, ഒന്നെങ്കിൽ ഞാൻ വചനം അതിനെ എതിരായി സംസാരിക്കും, വചനത്തെ കൺഫസ് ചെയ്യും. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദം ഹല്ലേലൂയ പറയാവോ? അതിലേറ്റവും പ്രധാനമായത് വചനത്തെ കൺഫസ് ചെയ്യും. 2, അതിനെതിരെ ശാസിക്കും, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയും. രണ്ടാമത്തത്, വിശ്വാസത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കും, അതിനെ മറികടക്കും. 3, ഞാൻ എൻ്റെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ ക്രിയേറ്റ് ചെയ്യും. ഒരു നല്ല ആമേൻ പറഞ്ഞു. എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷമാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. എൻ്റെ ജഡത്തെ അത് ഉരസുമ്പോ, എൻ്റെ ജഡത്തിനെ അത് തൊടുമ്പോ, ഞാൻ അറിയുന്നില്ല എങ്കിലും ആ അന്തരീക്ഷം എന്നെ തൊടുമ്പോ എൻ്റെ മനോവികാരങ്ങൾ മാറാൻ തുടങ്ങും, എൻ്റെ മനോചിന്തകൾ മാറാൻ തുടങ്ങും. ആത്മാവേ തന്നേ, നിത്യത തന്നേ, ആത്മാവേ തന്നേ, നിത്യത തന്നേ, നിത്യമാനന്ദം എന്നിൽ നിറച്ചേ, നിത്യമാനന്ദം എന്നിൽ നിറച്ചേ. ഹല്ലേലൂയ. വീണ്ടെടുപ്പിൻ വില എത്ര വലിയത്. ഹല്ലേലൂയ. വീണ്ടെടുപ്പിൻ വില എത്ര വലിയത്. സഹോദരങ്ങളെ, യേശു കാൽവറിയിൽ മരിച്ചത്, കാൽവറിയിൽ നിവർത്തിയാക്കിയത്
ഈ മനോവികാരങ്ങൾക്ക് അടിമപ്പെട്ടിരുന്ന എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പരിപൂർണ മോചനം തരാനാണ് യേശു കാൽവറിയിൽ മരിച്ചത്. ആമേൻ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. മനോവികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകേണ്ട ഈ ശരീരത്തിൽ നിന്ന് ഒരു പരിപൂർണ മോചനം. ആമേൻ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ആമേൻ. അതുകൊണ്ടാ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ദാസന്മാരായി അനുസരിക്കാൻ നിങ്ങൾ തന്നെ സമർപ്പിക്കുകയും നിങ്ങളെ അനുസരിച്ചു പോരുന്നവർക്ക് ദാസന്മാരെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. നിങ്ങൾ ഏതിന്റെ ദാസന്മാരാണ്? ഒന്നെങ്കിൽ പാപത്തിന്റെ ദാസന്മാർ. പാപം നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ അതിന് വിധേയപ്പെടുന്നവരാണ് പാപത്തിന്റെ ദാസന്മാർ. എന്നാൽ ആത്മാവിന്റെ സാന്നിധ്യം അതെന്നിൽ ഇടപെടുമ്പോൾ അതിന് വിധേയപ്പെടുന്നവരാണ് ദൈവത്തിന്റെ ദാസന്മാർ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശരീരത്തിന്റെ മേൽ പിശാചിനൊരു അവകാശമില്ല. കാരണം നിങ്ങളുടെ ശരീരം ക്രിസ്തുവിനുള്ളതാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെയാണ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദയോർദ്ര ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ചോദ്യം, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് സ്വയം ഒന്ന് ചോദിച്ചേ, ഞാൻ മനോവികാരങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ ഭവനത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മനോവികാരങ്ങൾക്ക് അടിമപ്പെടുന്നുവോ? കെയർഫുൾ. ബിൽഡ് എ ന്യൂ അറ്റ്മോസ്ഫിയർ ദേർ. അവിടെ ഒരു പുതിയ അന്തരീക്ഷത്തെ ഉണ്ടാക്കിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നു. ഒരു പ്രായമായ അപ്പച്ചൻ ഇരിക്കുന്ന ഒരു കട്ടിൽ കണ്ടു. ഞാൻ ആ കട്ടിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുവോ, ആ കട്ടിലിന് മേൽ എന്തൊക്കെയോ, ആ സ്ഥലത്തിന് മേൽ എന്തൊക്കെയോ കാര്യമുണ്ട്. ഞാൻ ആ വീട്ടിലെ അമ്മച്ചിയോട് പറഞ്ഞു, ഈ അപ്പച്ചനെ കുറച്ചു നാൾ അവിടെ ഇരുത്താതെ ഇപ്പുറത്തോട്ട് മാറ്റി ഇരുത്തി ആ കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി മനോഹരമായി ഇടാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു നല്ല ക്രിസ്ത്യൻ പാട്ട് വെച്ചു കൊടുക്കുക, ഒരു പ്രസംഗം വെച്ചു കൊടുക്കുക, അപ്പച്ചന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവരതുപോലെ കേട്ടു കേട്ടോ, അതുപോലെ കേട്ടു. കുറച്ചു കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരെ കാണുമ്പോൾ പറഞ്ഞു, ബ്രദറെ, അന്നു മുതൽ ദിവസങ്ങൾക്കകത്ത് അപ്പച്ചന്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം വന്നു. ഞാനതിന് എനിക്ക് പ്രത്യേകിച്ച് വെളിപ്പാടുണ്ടായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ. ഞാൻ ചെല്ലുമ്പോൾ അപ്പച്ചന്റെ കട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം, എന്തൊക്കെയോ നമുക്ക് തോന്നും അത് പിശാച് പിടിച്ചൊരു സ്ഥലമാണെന്ന് തോന്നിപ്പോവും. നിങ്ങളുടെ ഭവനത്തിനകത്ത് അങ്ങനൊന്നുണ്ടെങ്കിൽ ഇന്ന് പൊളിച്ചു കളഞ്ഞിട്ട് പറ, അവിടെ കർത്താവിന്റെ ആത്മാവിന്റെ അന്തരീക്ഷത്തെ ഞാൻ ബിൽഡ് ചെയ്യുമെന്ന് പറ. ആത്മാവിന്റെ അന്തരീക്ഷത്തെ ഞാൻ ബിൽഡ് ചെയ്യുമെന്ന് പറ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു മണമടിക്കും. പാപത്തിന്റെ സ്വാധീനത്തിന്റെ മണം നിങ്ങളുടെ പേരിൽ വരും. സഹോദരങ്ങളെ, ഇനി എന്നെ അത് തൊടത്തില്ലെന്ന് പറ. ഇനി എന്നെ അത് സ്വാധീനിക്കത്തില്ലെന്ന് പറ. ഒന്നുകിൽ പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസന്മാർ. പാപത്തിൻ്റെ അന്തരീക്ഷമാണ് എന്നെ സ്വാധീനിക്കുന്നതെങ്കിൽ ഞാൻ പാപത്തിന് ചെയ്യുവാൻ തക്കോണം, അല്ലെങ്കിൽ പാപത്തിന് അടിമയായിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തി ഏതാണ്, നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ് എന്ന് തിരിച്ചറിയുവാനും ആ ദൈവിക അനുഭവത്തിലേക്ക്, കർത്താവ് നിയന്ത്രിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങളെ കർത്താവ് തിരിച്ചുവിടട്ടെ. നിങ്ങളുടെ ലൈഫ് മാറട്ടെ. അങ്ങനൊരു അന്തരീക്ഷത്തിൽ കർത്താവ് നിങ്ങളെ ആക്കട്ടെ. വലിയ നന്മയിലും വലിയ സമൃദ്ധിയിലും കർത്താവിൻ്റെ ശബ്ദത്തിനൊത്തവണ്ണം ചലിക്കുന്ന ഒരു അനുഭവത്തിലേക്കും കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ സിസ്റ്ററിന്റെ പേര് മിനി അഭിലാഷ് എന്നാണ്. താൻ അങ്കമാലി എന്ന സ്ഥലത്ത് നിന്നാണ് കടന്നു വരുന്നത്. താൻ പറയുന്നത് കഴിഞ്ഞ 8 വർഷമായി ഉറക്ക ഗുളിക കൂടാതെ ഉറങ്ങുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ച സാക്ഷ്യമായിട്ടാണ് താൻ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസത്തെ മീറ്റിംഗിന് പങ്കെടുത്തതാണ്. 8 വർഷമായിട്ട് ഉറക്ക ഗുളിക കഴിച്ചാണ് ഉറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം നമ്മൾ ഉറങ്ങാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്, താനൊരു മരണ വീട്ടിൽ ചെന്നാൽ അന്ന് തനിക്ക് ഭയം മൂലം പിന്നെ അങ്ങോട്ട് ഉറങ്ങാനേ പറ്റുകയില്ല. പിന്നെ ഗുളികയിൽ ആശ്രയിച്ചായിരുന്നു താൻ കഴിഞ്ഞ 8 വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഉറക്കഗുളിക കഴിക്കുക. ഡോസ് എത്രയായിരുന്നു പറയാമോ? അത് 3 ഗുളിക വെച്ച് കഴിക്കും. ഭയങ്കര ഡോസ് 3 ഗുളിക കഴിക്കും. സാധാരണ ഒരു ഗുളിക മണത്ത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിപ്പോകും കേട്ടോ. ഇത് 3 ഗുളിക കഴിച്ചിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസം മീറ്റിംഗിന് ശേഷം പിന്നെ മരുന്ന് കഴിച്ചില്ല. ഒന്ന് എഴുന്നേറ്റ് ഒരു കൈയടി കൊടുക്കാൻ നമുക്ക്. ചോണയായി ശബ്ദം ഉയർത്തിയിട്ട് ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞേ,
പറഞ്ഞിട്ടോ മോനെ. കഴിഞ്ഞ മീറ്റിംഗിൽ ബ്രദർ പൈശാചിക ശക്തി ബാധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്റർ പറയുന്നത് താൻ മുന്നോട്ട് വന്നു, തന്നിൽ നിന്നും ആ ദുർശക്തി പോയി, അന്നു മുതൽ സുഖമായി ഉറങ്ങിയെന്നാണ് താൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊരു വലിയ കാര്യം. ആ കൈകളടിച്ച് കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. കർത്താവ് ഇതിന്റെ മോൾക്ക് കൊടുത്ത അത്ഭുത വിടുതലിനായി നന്ദി. അപ്പൊ താങ്ക് യു. ഇനി എന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ടോ? ഇതൊരു നല്ല സാക്ഷ്യമാണ് പറയുന്നത്, അതും കൂടെ കേട്ടെ. അപ്പോൾ എപ്പോഴും ഞാൻ നെഗറ്റീവ് ചിന്തകളും പുറകുറുക്കലും മാത്രം വയ്ക്കും എന്ത് കാര്യത്തിനും. ആ ബ്രദറിൻ്റെ മെസ്സേജ് കേട്ടപ്പോൾ എനിക്കത് പുറുപുറുക്കുന്ന എന്താണെന്ന് മനസ്സിലായത്. സത്യത്തിൽ നമ്മൾ നെഗറ്റീവ് ചിന്തയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് പുറുപുറുപ്പാന്ന് തോന്നുമായിരുന്നില്ല. അപ്പോൾ പുറുപുറുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും പുറുപുറുപ്പ് എന്ന് പറഞ്ഞ വിഷയത്തെ ഞാൻ പഠിപ്പിച്ച് കേട്ടവർ എത്ര പേരുണ്ട്? ഒത്തിരി പേര് കേട്ടവരുണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. 4 മെസ്സേജോളം ഉണ്ട്, നിങ്ങളത് കേൾക്കണം. സിസ്റ്റർ പറയുന്നത് തന്റെ പിറുപിറുപ്പ് മാറിപ്പോയി. സിസ്റ്ററിന്റെ പേര് ബിന്ദു സന്തോഷ്. ബിന്ദു സന്തോഷ് എന്നാണ്. കൂത്താട്ടുകുളത്തുനിന്നാണ് സിസ്റ്റർ വരുന്നത്. കൂത്താട്ടുകുളത്തുനിന്നാണ്. സിസ്റ്റർ 3 സാക്ഷി. കോട്ടയത്താണോ കണ്ടത്? തിരുവനന്തപുരത്താണോ കണ്ടത്? കോട്ടയത്താണ്. ഓക്കെ, ഓർമ്മയുണ്ട്. ഈ സിസ്റ്റർ 3 സാക്ഷിയായിട്ടാണ് നമ്മുടെ മുന്നിൽ നിന്ന് 3 സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത്. കോട്ടയത്ത് നിന്ന് പോകുന്നതാണ്. ഓക്കെ, പറ. ഒന്നാമത്തെ സാക്ഷ്യം, ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ ലിവറിന് പഴുപ്പ് വന്നത് മൂലം കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് സിസ്റ്റർ നമ്മുടെ മിറാക്കിൾ സ്റ്റാർ നോർമലിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ സോൾ സിസ്റ്ററാണ് കോൾ അറ്റൻഡ് ചെയ്തത്. സിസ്റ്റർ പറഞ്ഞു പേടിക്കണ്ട എന്ന് പറഞ്ഞു. ബിന്ദു സിസ്റ്റർ പറയുന്നത് ആ ഹസ്ബൻഡിന്റെ ഒപ്പം അഡ്മിറ്റ് ചെയ്തിരുന്ന എല്ലാവരുടെയും ലിവറിൽ നിന്നും പഴുപ്പ് എല്ലാ ദിവസവും എടുത്തു മാറ്റുമായിരുന്നു എന്നാണ്. എന്നാൽ ബ്രദറിന്റെ ഒരു ദിവസം പഴുപ്പെടുത്തു മാറ്റി, പിറ്റേ ദിവസം പഴുപ്പെടുക്കാൻ ഡോക്ടർമാർ വന്നപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഡോക്ടർമാർ ചിന്തിച്ചു അത് ബ്ലോക്ക് ആയതായിരിക്കുമെന്നാണ്. അവർ വീണ്ടും സിറിഞ്ച് ഉപയോഗിച്ച് അതെടുക്കാനായി നോക്കി, പിന്നീട് അത് സാധിച്ചില്ല. അപ്പോൾ ഡോക്ടർമാർ തന്നെ അത്ഭുതം എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം ആ ലിവറിന്റെ ആ ബുദ്ധിമുട്ട് മാറിപ്പോയെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. ലിവർ സിറോസിസ് ഉണ്ടായിരുന്ന ആൾക്ക് വെള്ളം കുത്തിയെടുക്കുന്ന പതിവാ. അത് ഒരു പിറ്റേ ദിവസം പോയി കുത്തിയെടുക്കാൻ നോക്കിയ വെള്ളമില്ല, പിന്നീട് വെള്ളം ഉണ്ടായില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ. യേശു ചെയ്ത നന്മകൾക്ക് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഇവർക്ക് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അതും ക്രമീകരിക്കപ്പെട്ടു എന്നാണ് സിസ്റ്റർ. സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് വിടുവിച്ചു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശു ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി. പറഞ്ഞേട്ടെ. പിന്നെ സിസ്റ്റർ അടുപ്പിൽ നിന്ന് തിളച്ച വെള്ളം എടുത്തപ്പോൾ അത് കൈകളിലും നെഞ്ചിലുമായി വീണു പൊള്ളലേറ്റു. ആ സമയം തന്നെ ചർച്ചിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ പൊള്ളലും നീറ്റലും മാറിപ്പോയെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. അത്ഭുത സൗഖ്യത്തിന് നന്ദി. ഇനിയും പറയാനുണ്ടോ? 3ാമത്തെ സാക്ഷ്യം, ഈ സിസ്റ്ററുടെ ചേച്ചിയുടെ മകളുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റ് മൂലം കണ്ണിൽ ചില്ല് പോകാനിടയായി. ആക്സിഡന്റ് നിമിത്തം കണ്ണിനകത്ത് ചില്ല് പോയി. അതുമൂലം ആ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. ഇവര് 2-3 ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുവാനിടയായി. ആ സമയം തന്നെ നമ്മുടെ ചർച്ചിലേക്ക് മെസ്സേജ് ഇട്ടു. മെസ്സേജിന് മറുപടി വന്നത് ഭാരപ്പെടേണ്ട എന്നാണ്. അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണ്ട, കണ്ണ് ക്ലീൻ ചെയ്താൽ മാത്രം മതി എന്നാണ്. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവൻ നമ്മളെ നിയന്ത്രിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. എന്നെ പാപത്തിൽ നശിച്ചു പോകാതെ, അല്ലെങ്കിൽ തിന്മയിൽ നശിച്ചു പോകാതെ എന്നെ ഒരാൾ കൈപിടിച്ച് നടത്തുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വത്തോടെ ചിലത് ചെയ്യുന്നു. എന്നെക്കുറിച്ച് വളരെ വലിയ സ്നേഹവും ദയയും കാരണം എന്നെ വിട്ടുപിരിയാതായിരിക്കുന്ന ഒരു ദൈവശക്തി. ആ ദൈവശക്തിയുടെ മഹത്വത്തെ ഒന്ന് ആലോചിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ എന്നെ നിയന്ത്രിക്കുന്നത് എത്ര അനുഗ്രഹമുള്ള കാര്യം. താങ്ക് യു ജീസസ്. എനിക്കൊരു നല്ല പിതാവുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ.
താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ യേശുവേ ആ ദൈവിക അന്തരീക്ഷം ചലിക്കട്ടെ, അവരുടെ വീടുകളിൽ അത് ചലിക്കട്ടെ. കർത്താവിൻ്റെ ശബ്ദം ആ വീടുകളിൽ കേൾക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ആ വീടിൻ്റെ അന്തരീക്ഷം മാറട്ടെ, ആ വീടിൻ്റെ അന്തരീക്ഷം മാറട്ടെ. വലിയ നന്മകൾ കൊണ്ട്, വലിയ കൃപകൾ കൊണ്ട് കർത്താവെ ആ വീട് നിറയപ്പെടട്ടെ. അപ്പാ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കണം, വലിയ സൗഖ്യങ്ങളുണ്ടാക്കണം, വലിയ വിടുതലുകളുണ്ടാക്കണം. യേശു അതോടൊപ്പം വലിയ സാമ്പത്തിക ഡെലിവറൻസ് ഉണ്ടാക്കണം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മേക്ക് ഓവർ സ്റ്റുഡിയോ നടത്തുന്ന ബ്യൂട്ടീഷ്യൻ കോഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശു ആ വ്യക്തിയുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കൃപ ചലിക്കണമപ്പാ. അവിടുത്തെ കൃപ ചലിക്കണമപ്പാ, അവിടുത്തെ കൃപ ചലിക്കണമപ്പാ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വലിയ സന്തോഷത്തോടും വലിയ ആർപ്പുവിളിയോടും കർത്താവിൻ്റെ കൃപയിലും നിറവിലുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.